ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നെ അനുദീനമേനിക്കവൻ. ദൂതഗണം കാവലായി തന്നെ അനുദീനം എനിക്കവൻ. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയതാൽ പാടും ഞാൻ പരമേശനു സതതം. എൻ്റെ പാപമെല്ലാം പോക്കിയതായി പാടും ഞാൻ പരമേശനു സതതം. വോയിസ് ഓഫ് ലവിൽ കർത്താവ് ഇന്ന് നമുക്ക് തന്ന വചനം 91 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ ലക്ഷ്യം അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരും വായിക്കുകയും തുടർമാനം വായിക്കുകയും കാണാപ്പാഠം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. എൻ്റെ ദൈവമേ, ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും നമുക്ക് തരുന്നൊരു ബലം, എൻ്റെ ദൈവമേ, എന്ത് ഭയങ്കര, എന്തൊരു വചനമല്ലേ. അതിനകത്തെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്ന വചനമാണ്, ദീർഘായുസ്സ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, രക്ഷയെ ഞാൻ കാണിച്ചു തരും. ആർക്കാണ്? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർക്ക്. താഴേക്ക് വരുമ്പോൾ പറയുന്നു, അവനോട് പറ്റിയിരിക്കുന്നവർക്ക്. ആമേൻ. അവർക്ക് ദൈവം കൊടുക്കുന്ന ബ്ലെസ്സിങ് ആണ് ഈ 91 സങ്കീർത്തനം. അതിൽ ഏറ്റവും അവസാനത്തെ വാക്യം പറഞ്ഞത് തൃപ്തി വരുത്തുന്ന ദൈവം. ആമേൻ. തൃപ്തി വരുത്തും. വായിക്കുന്ന നന്മ തൃപ്തി വരുത്തും. പക്ഷെ ഇത് നന്മയുടെ തൃപ്തിയല്ല, ആയുസിന്റെ തൃപ്തിയാണ്. പിശാച് പലപ്പോഴും ദൈവം ഏൽപ്പിച്ച ആയുസ് പൂർത്തീകരിക്കാതെ നമ്മെ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുവാൻ ചിന്തകളും രോഗങ്ങളും ഭയങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദൈവ പൈതല് അതിന്മേൽ അതിജീവിച്ചിരിക്കും യേശുവിന്റെ നാമത്തിൽ. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങിൽ ഒരു ബ്ലെസ്സിങ് ആണ് ദീർഘായുസ്. ദൈവത്തിൻ്റെ കൂടെ നടന്ന എല്ലാ ദൈവ മനുഷ്യരും ലോങ് ടൈമുകൾ ജീവിക്കാൻ കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ട്. അത് ആരോഗ്യത്തോടെ, ബലത്തോടെ. മോശ 120 വയസ്സില് പർവ്വതത്തിലോട്ട് കയറി പോകുമ്പോൾ ഒരു ഊന്നുവടിയുടെ സഹായമില്ല, തപ്പി തടഞ്ഞല്ല പോകുന്നേ. തൻ്റെ കാഴ്ചകൾ ഷാർപ്പായിരുന്നു, കാലുകൾ ബലമുള്ളതായിരുന്നു. എപ്പോൾ? 120 വയസ്സിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ഭയങ്കര ഡിവൈൻ ഹെൽത്ത് ദൈവം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ കാഴ്ചകളെ സൗഖ്യമാക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലർ ആരോഗ്യ സംബന്ധമായി ഭാരപ്പെട്ടിരിക്കുന്ന കർത്താവ് കാണിക്കുന്നു. പ്രത്യേകിച്ച് ഈ മരണഭയം അകത്ത് കയറി ചിലർ. ഐ ബ്രേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ മരണഭീതികൾ മാറട്ടെ. നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടവൻ അല്ല, ജീവനെ കുറിച്ച് ചിന്തിക്കേണ്ടവനാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്മേൽ തുടരുന്ന രോഗങ്ങൾ ഇപ്പോൾ മുതൽ അത് ശാന്തമാകട്ടെ. ക്രമാതീതമായി ഉയരുന്ന രക്തസമ്മർദ്ദങ്ങൾ, ഹാർട്ട് പ്രോബ്ലങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. കാരണം ദീർഘായുസ്സാ ദൈവം നിനക്ക് വെച്ചിരിക്കുന്നത്, തൃപ്തി വരുത്തുന്ന ദൈവം. മതി കർത്താവേ എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ടുപോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. രോഗം വരുമ്പോൾ കൊണ്ടുപോകാനല്ല. മതി കർത്താവേ. അങ്ങനെയാ ശിമയോൻ പറഞ്ഞു. ഇപ്പോഴൊന്നും അത് സമാധാനത്തോടെ എന്നെ പറഞ്ഞു വിട്ടാരെ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടു
തൃപ്തി വരുത്തുന്നൊരു ദൈവം. ഈ സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ 91 വചനത്തെക്കാളും അധികം എടുക്കുന്നത് 90 സങ്കീർത്തനത്തിലെ വചനമാണ്. എന്താ? ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80, അത് വേഗം തീരും, പറന്നു പോവുകയും ചെയ്യും. അനുഭവത്തിന് നടുവിൽ മോശ പറഞ്ഞ വചനം അത്. നമ്മളത് വിശ്വസിച്ച് 40 മരിക്കുക, 60 മരിക്കുക. പക്ഷെ എഴുതിയ ആള് 120 വർഷം ജീവിച്ചു. എഴുതിയ മോശ 120 വർഷം വരെ ജീവിച്ചു. അനുഭവങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. പ്രസൻസിൽ നിന്ന് വചനം സ്വീകരിക്കണം. ഇദ്ദേഹം പറയുകയാണ്, ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തും. മക്കളെ കണ്ട്, മക്കളുടെ മക്കളെ കണ്ട്, അവരുടെ നന്മ കണ്ട്, ദൈവം വരുത്തുന്ന സംവത്സരങ്ങളെ കണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച്, കർത്താവേ ഞാൻ സന്തോഷവാനാണ്, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു, കാണേണ്ടത് മുഴുവൻ കണ്ടു, എടുക്കേണ്ടത് മുഴുവൻ എടുത്തു, തൃപ്തനായി കർത്താവേ, തികച്ചു കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഈ ജീവിതം അവസാനിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴും ജീവിതത്തിൽ പല ഏറികളും പൂർത്തീകരിക്കാൻ കിടപ്പില്ലേ? ഇപ്പം നിങ്ങൾ മരിക്കാനുള്ളവനല്ല. ആ പെൻഡിങ് ആയി കിടക്കുന്ന സാഹചര്യങ്ങൾ കാണിക്കുന്ന എന്താണ്? നിനക്ക് ഇനിയും ജീവിച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ്, പൂർത്തീകരിക്കാനുണ്ട്. ആമേൻ. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ വരവരെ ജീവിച്ചിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിൻ്റെ അർത്ഥം ഐ ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന്. ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവനും ആരോഗ്യം ഉണ്ടാകുകയാണ്. ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തും. അടുത്തൊരു വാക്ക്, രക്ഷയെ കാണിച്ചു തരും. ഓ, ദൈവത്തിൻ്റെ രക്ഷ എന്താ? ക്രിസ്തു, യേശു കാണിച്ചു കൊടുക്കും. ദീർഘായുസ്സം തൃപ്തി വരുത്തുക മാത്രമല്ല, എല്ലാവരും രക്ഷയുടെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ വചനത്തെ മുറുകെ പിടിച്ചോണം. ഇപ്പൊ ഒന്നും മരിക്കത്തില്ല കേട്ടോ. ധൈര്യപ്പെടുക, സന്തോഷിക്കുക, സ്വപ്നങ്ങൾ കാണുക, കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. എല്ലാ രോഗക്കടക്കളും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എവിടേക്കോ ഉള്ള ചില രോഗലക്ഷണങ്ങൾ അതാണ് ഇതാണ് എന്നൊക്കെ ചിന്തിച്ച് വെറുതെ ഭാരപ്പെടാതെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വറീസ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് ഈ വ്യക്തികളെ വിട്ട് മാറിപ്പോട്ടെ. ഇപ്പോൾ മുതൽ ഒരു ഡിവൈൻ ഹെൽത്ത്, സ്പിരിറ്റ് ഓഫ് ആൻസൈറ്റി ഐ ബ്രേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡിപ്രഷൻ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. നല്ല ആരോഗ്യം, നല്ല ഉറക്കം, നല്ല സമാധാനം, സന്തോഷം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ടെൻഷനുകളും മാറട്ടെ. ദീർഘായുസ്സ് കൊണ്ട് ദൈവം നിങ്ങളെ തൃപ്തി വരുത്തും. ഓക്കെ, ഈ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. വചനമായിരിക്കണം നിങ്ങളുടെ ആധാരവും നിങ്ങളുടെ ആഹാരവും. യെസ്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ മറയുന്നു, അങ്ങോട്ട് പറ്റിയിരിക്കുന്നു. കർത്താവെ, അങ്ങിൽ മറയുന്നവർക്ക് വേണ്ടി അങ്ങ് വെച്ചിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. കർത്താവെ, അങ്ങ് ഞങ്ങളെ സകലത്തിലും തൃപ്തി വരുത്തുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘിപ്പിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ കർത്താവെ അനുഗ്രഹിക്കുന്നു. കർത്താവർക്ക് അങ്ങ് ഡിവൈൻ ഹെൽത്ത് അങ്ങ് നൽകുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ആരോഗ്യം വരുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘായുസ്സിനാൽ അങ്ങ് തൃപ്തി പകരുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർ ആരോഗ്യത്തോടെ കർത്താവ് മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് കൂടെയുണ്ട്, ധൈര്യമായിരിക്കുക. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹമായിരിക്കുക. God bless you. Shalom.